ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റീഡിംഗ് എത്തുമ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആയിട്ട് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ, ജോയ്, ലവ് യുവർ സെൽഫ്, സെറനിറ്റി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പോവുകയാണ്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഒരു സന്തോഷം കടന്നു വരാനായിട്ട് പോവുകയാണ്, അതോടൊപ്പം ശാന്തതയും. എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, ആ ഒരു സന്തോഷവും സമൃദ്ധിയും ശാന്തതയും എല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എനർജി ആണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചേഞ്ച് തന്നെയാണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇതിലാണെന്നുണ്ടെങ്കിൽ പോലും ചേസിങ് മെന്റാലിറ്റിയോ കാര്യങ്ങളോ ഒക്കെ നിർത്തിയിട്ട് നിങ്ങളുടേതായ സന്തോഷങ്ങളിലേക്ക് നിങ്ങളുടെ എനർജിയെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള മെയിൻ കാരണമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ കാണുന്നത്. ഒരു റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അതിനായിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം.